മെത്തേഡ് ഓഫ് സോൾവിങ് ഫസ്റ്റ് ഓർഡർ ഫസ്റ്റ് ഡിഗ്രി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നതാണ്. അപ്പം നമ്മൾ ആദ്യമേ പറയുന്നത് ഫസ്റ്റ് കേസ് എന്ന് പറയുന്നതാണ്. ഫസ്റ്റ് ഓർഡർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡി വൈ ബൈ ഡി എക്സ് കാണുള്ളൂ. ഫസ്റ്റ് ഡിഗ്രി ഡി വൈ ബൈ ഡി എക്സിൻ്റെ ഡിഗ്രി 1 ആയിരിക്കും. ഫസ്റ്റ് കേസ് എന്താണ്? ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് വേരിയബിൾ സെപ്പറബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ വൈറ്റേയും ഒരു സൈഡിലാക്കാം, എല്ലാ എക്സ്റ്റേയും ഒരു സൈഡിലാക്കാം. അപ്പം നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് എച്ച് ഓഫ് ഐ ടൈംസ് ജി ഓഫ് എക്സ് എന്ന് കിട്ടുമെന്ന് വിചാരിക്കുക. എച്ച് ഓഫ് ഐ ഡിനോമിനേറ്റർ ഇട്ട് എടുക്കുക, ഡി വൈ ബൈ എച്ച് ഓഫ് ഐ. അതുപോലെ റൈറ്റ് സൈഡിൽ വരുന്ന ജി ഓഫ് എക്സ് ടൈംസ് ഡി എക്സ്. കാരണം എന്തുകൊണ്ടാണ്? എല്ലാ വൈ ടൈം ഒരു സൈഡിലും എല്ലാ എക്സ് ടൈമും വേറൊരു സൈഡിലും. എന്നിട്ട് അതിനെ സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യുക? ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. സോ അപ്പോൾ ഇൻറ്റഗ്രൽ ഡി വൈ ബൈ എച്ച് ഓഫ് ഐ എന്ന് പറയുന്നത് എന്ത് കിട്ടും? ഇൻറ്റഗ്രൽ ജി ഓഫ് എക്സ് ഡി എക്സ് എന്നുള്ളൊരു ടേമായിട്ട് കിട്ടും. ഓക്കെ, അപ്പം ലെഫ്റ്റ് സൈഡിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക, എച്ച് ഓഫ് ഐ എന്നൊരു ടേം കിട്ടും. റൈറ്റ് സൈഡിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക, ജി ഓഫ് എക്സ് എന്നുള്ളൊരു ടേം കിട്ടും. അത് ഓരോന്നും എന്ത് ചെയ്യുക? സെപ്പറേറ്റ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക, ഒരു കോൺസ്റ്റൻറ്റ് കിട്ടും. എന്നിട്ട് ഈ ആർബിട്രറി കോൺസ്റ്റന്റിനെ നമുക്ക് ബൗണ്ടറി കണ്ടീഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ആർബിട്രറി കോൺസ്റ്റന്റും കിട്ടും. ഓക്കെ, ജനറൽ സൊല്യൂഷൻ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 ബൈ 2 മൈനസ് വൈ. വൈ നോട്ട് ഈക്വൽ ടു 2 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് ഇങ്ങനെ തന്നിട്ടുണ്ട്. അടുത്ത് നമ്മൾ എല്ലാ വൈ ടൈമിനും ഒരു സൈഡിലോട്ട് കൊണ്ടുവരണം. അതുകൊണ്ടാണ് 2 മൈനസ് വൈ ഡി വൈ ഈക്വൽ ടു എക്സ് പ്ലസ് 1 ഡി എക്സ് എന്ന് പറയുന്നത്. സോ 2 മൈനസ് വൈ ഡി വൈ ഈക്വൽ ടു എക്സ് പ്ലസ് 1 ഡി എക്സ്. ഇൻറ്റഗ്രൽ 2 മൈനസ് വൈ ഡി വൈ എന്ന് പറയുന്നത് എത്ര കിട്ടും? ഇൻറ്റഗ്രൽ എക്സ് പ്ലസ് 1 ഡി എക്സ്. സോ 2y മൈനസ് വൈ സ്ക്വയർ ബൈ 2 ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് എക്സ് പ്ലസ് C1. ഇനി ഈ ഒരു കർവ് ഒരു സ്പെസിഫിക് വഴി കൂടെ പാസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ആ C1 എന്നുള്ളൊരു കോൺസ്റ്റന്റിനെ നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. അതായത് ഇവിടുന്ന് 1 1 കൂടെ പാസ് ചെയ്യുന്നു, അല്ലെ 1 2 കൂടെ പാസ് ചെയ്യുന്നു. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ C1 എന്നുള്ളൊരു കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ തന്നെ സൊല്യൂഷൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു ജനറൽ സൊല്യൂഷനാണ് പറഞ്ഞിരിക്കുന്നത്. പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഈ C1 കൂടെ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം.